ഈ ഒരു വീഡിയോയിൽ ഹാർലി ഡേവിഡ്സന്റെ ഫാറ്റ് ബോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് അമേരിക്കയുടെ ക്രൂയിസർ ബൈക്കായ ഹാർലി ഡേവിഡ്സന്റെ ഫാറ്റ് ബോയ് ആണ്. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വാഹനമാണ്. ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരാളാണ് എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ജൻഷീർ. അവൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന വാഹനം ഹോണ്ടയുടെ മാഗ്നയാണ്. ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് അതിനും വരുന്നത്. ഈ വാഹനത്തിൽ വരുന്നത് 1690 cc ഒരു വി ട്വിൻ എഞ്ചിനാണ്. 330 കിലോഗ്രാം ആണ് ഈ വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. താരതമ്യേന നല്ലൊരു ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്രോബ്ലം ഈ ഒരു വാഹനത്തിനുണ്ട്. കാരണം ഈ ഒരു വാഹനം ഞാനിപ്പോൾ കാലിക്കറ്റിൽ നിന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും നൗഷാദും കൂടെ എടുത്തു വരുന്ന സമയത്ത് ഫീലായത്, ട്രാഫിക്കിലൊന്നും നമുക്ക് ഈ വാഹനം നിർത്താനേ പറ്റില്ല. നല്ല ഹീറ്റാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കിൽ ഇരിക്കുന്ന ആളാണെങ്കിലും മുന്നിലിരിക്കുന്ന ആളാണെങ്കിലും സെയിം. റൈഡിങ് ഗിയേഴ്സ് മസ്റ്റാണ് ഈ ഒരു വാഹനത്തിന്. കാരണം അങ്ങനെയുള്ള ഒരു നമ്മുടെ ടൗണിൽ യൂസ് ചെയ്യാനുള്ള ഒരു രൂപകൽപ്പനയല്ല ഈ വാഹനത്തിന് വരുന്നത്. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒറ്റ സ്ട്രെസ്സിൽ പോകുന്ന റോഡുകൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ വാഹനം പുലിയാണ്. 19 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു പെട്രോൾ ടാങ്കാണ് ഈ വാഹനത്തിന് വരുന്നത്. സെൻട്രലായിട്ട് സ്പീഡോമീറ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിന് താഴെയാണ് കീ എല്ലാം വരുന്നത്. കീ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയൊരു നോബ് തിരിക്കുന്ന പോലുള്ള ഒരു കീ സിസ്റ്റമാണ് വരുന്നത്. അതിനുശേഷം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് വശങ്ങളിലേക്ക് നീക്കാം. ഈ ഒരു ഇത് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് പൊസിഷനിലാണ്. നമുക്ക് ഒരുപാട് ഇൻഡിക്കേഷൻസ് ഈ വാഹനം നൽകുന്നുണ്ട്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തിരിക്കുകയാണെങ്കിൽ അക്സസറി. ഫ്യൂവലിൻ്റെ ക്യാപ്പ് ഇതാണ് വരുന്നത്. ഇതിന് കീ ഒന്നും വരാത്ത ഒരു മോഡലാണ്. ഇത് ഫ്യൂവലിൻ്റെ ഗേജാണ് വാഹനത്തിൻ്റെ. പിന്നെ ഇത് വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ ഇരുവശങ്ങളിലുമായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോരോ വശങ്ങൾക്കും അത് പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ഡ്രൈവിംഗ് കംഫോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹാൻഡിൽ ബാറാണ് ഇതിന് വരുന്നത്. ചെറുതായിട്ട് തോന്നുമെങ്കിലും ഈ ഒരു സൈഡ് മിറർ ബാക്കിലെ വാഹനങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ റൗണ്ട് ടൈപ്പിലാണ് വരുന്നത്. ഇതിന് ശേഷം വന്ന വാഹനങ്ങളിൽ ചെറിയ മാറ്റങ്ങളോട് കൂടിയാണ് പിന്നീട് ഹാർലി വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് പുറത്തിറക്കിയിരുന്നത്. ഒരു മാറ്റ് ബ്ലാക്ക് കളറാണ് ഈ വാഹനം വരുന്നത്. ഇത് ലിമിറ്റഡ് എഡിഷൻ മാറ്റ് ബ്ലാക്ക് എന്ന പേരിലാണ് വന്നത്. വാഹനത്തിൻ്റെ രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ നടുക്കായിട്ടും ആ ഒരു ഹാർലിയുടെ ചെറിയ എംബ്ലം വരുന്നുണ്ട്. ഹാൻഡിൽ ബാറിന് താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത്. അതൊരു റൗണ്ട് ടൈപ്പിൽ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാഹനത്തിൻ്റെ ഗിയർ എല്ലാം വരുന്നത്. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗിയറൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വലിയൊരു ഹെവി മെഷീൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഓരോരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിലും ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാർലിയുടെ നല്ല മനോഹരമായ ഡിസൈൻ ഒരു ക്രോം ഫിനിഷിങ്ങിൽ ഹാർലി ഡേവിഡ്സൺ എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. നല്ല ഒരു ക്വാളിറ്റി മെയ്ഡാണ് എല്ലാം. വാഹനത്തിൻ്റെ ബാക്കിൽ ബെൽറ്റ് ഡ്രൈവാണ് വരുന്നത്. ഈ ഒരു ചെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മെയിൻ്റനൻസ് കുറവാണ് ഈ ഒരു സംഭവത്തിനെല്ലാം. പിന്നെ ബാക്കിൽ ടയർ നല്ല സൈസ് കൂടിയ ടയേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നു. ഡയകാസ്റ്റ് അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് 2 വീലുകളും മേക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കിലെ ഇൻഡിക്കേറ്ററും ഇവിടെ റിഫ്ലക്ടറും എല്ലാം നമുക്ക് കാണാം. വി ടൈപ്പിൽ അറേഞ്ച് ചെയ്ത 2 സിലിണ്ടറുകൾ, 96 കുബിക് ഇഞ്ചസ്. ഡ്യുവൽ എക്സോസ്റ്റാണ് വാഹനത്തിന് വരുന്നത്. 2 സൈലൻസർ പൈപ്പുകൾ നമുക്കിതിൽ കാണാൻ കഴിയും. 2390 mm ലെങ്ത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഹോണ്. നല്ലൊരു വെറൈറ്റി സൗണ്ടാണത്. രണ്ടുപേർക്ക് ഇരിക്കാവുന്ന സീറ്റാണെങ്കിൽ കൂടെ കമ്പാരിറ്റീവ്ലി ഡ്രൈവറുടെ സീറ്റിംഗ് പൊസിഷൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർക്ക് ചാരി ഇരിക്കാവുന്ന രൂപത്തിൽ ആ ഒരു സീറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ബാക്കിലെ ഡിസ്ക് നോക്കുകയാണെങ്കിൽ നല്ല ഒരു വട്ടം കൂടിയ ഡിസ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
കസ്റ്റമൈസ്ഡ് എക്സോസ്റ്റ് പൈപ്പാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഹാർലി ഡേവിഡ്സൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വാഹനം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് അതൊരു കസ്റ്റമൈസ് ചെയ്ത് ഇറക്കാനുള്ള ഒരു സൗകര്യം അവർ നൽകുന്നുണ്ട്. പക്ഷേ വാഹനത്തിൻ്റെ കോസ്റ്റും സർവീസ് കോസ്റ്റും വളരെ ഹൈ ആണ്. നമുക്ക് വേറെ ഒരു വാഹനവുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ ഫാറ്റ് ബോയ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊന്ന് ഹാർലിയുടെ ഒരു വാഹനങ്ങളിലും ഫ്രണ്ടിൽ കുട്ടികളൊന്നും കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ചാവി നമ്മുടെ കയ്യിലുണ്ട്. ചാവി നമുക്ക് ഫുൾ ടൈം വാഹനത്തിൽ വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത് നമുക്ക് പോക്കറ്റിൽ തന്നെ വെക്കാം. ആ ജസ്റ്റ് ഓൺ ആക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് ചാവിയുടെ ആവശ്യം വരുന്നത്. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇത് ഒരിക്കലും ഒരു സ്ട്രീറ്റ് യൂസിനോ നമുക്കൊരു ഷോർട്ട് ജേണിക്കൊന്നും ഉപയോഗിക്കേണ്ട ഒരു വാഹനമല്ല. രണ്ടായിരത്തി 12 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 175 ആണ്. മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 105 PS. 3500 RPM-ൽ 125 Nm ടോർക്കും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടെയും ഇതൊരു നമുക്ക് വളരെ സ്പീഡിൽ പോകേണ്ട ഒരു വാഹനമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. നമ്മുടെ ഈ കേരളത്തിലെ റോഡുകൾക്ക് നമുക്ക് അനുയോജ്യം എന്ന് പറയാൻ കഴിയാത്തൊരു വാഹനമാണ് ഇത്. കാരണം ഇതിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചുള്ള റോഡുകൾ നമ്മുടെ നാട്ടിലില്ല. നമുക്കെല്ലാം അറിയാം ഹാർലി ഡേവിഡ്സൺ എന്നുള്ള ആ കമ്പനി ഇപ്പോൾ ഇന്ത്യയിലെ സെയിൽസ് എല്ലാം ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വേറൊരു കമ്പനി സർവീസ് എടുക്കുന്നത് വരെ അവർ കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. മേ ബി ഹീറോ എന്നുള്ള കമ്പനി ഇപ്പോൾ സർവീസ് എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ കമ്പനിയുടെ സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു അത്യാവശ്യം നല്ല ഹെവി സൈസ് വാഹനമാണിത്. ഒരു ബാക്കിലേക്ക് വലിക്കുക എന്നുള്ളതൊന്നും ഒരു പോസിബിളായിട്ടുള്ള കാര്യമില്ല. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഇതിൽ ടേണിങ് കിട്ടുന്ന ഭാഗങ്ങളിൽ നിന്ന് വളച്ചെടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഈ ഒരു വാഹനം എയർ കൂൾഡാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു മിനിമം റിക്വയർമെൻറ്റ് ഈ വാഹനം ഓടിക്കാനുള്ളത് ഒരു കട്ടിയുള്ള ജീൻസ് പാൻറ്റാണ്. അതും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുനടക്കാൻ കഴിയില്ല. പിന്നെ ഒരു ലോങ് ജേണി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്തേ പറ്റൂ. ബൂട്ടും കാര്യങ്ങളും ഇല്ലാതെ നമുക്കിത് ലോങ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. ഒരു 60-70 സ്പീഡിൽ നമ്മൾ ഈ വാഹനം കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹീറ്റോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതിങ്ങനെ ഹീറ്റ് നമുക്കിങ്ങനെ എയറിലൂടെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അല്ലാത്തൊരു ട്രാഫിക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടുന്ന ഒരു റൈഡാണ് ഈ വാഹനം നൽകുന്നത്. ഈ ഫാറ്റ് ബോയ്ക്ക് വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 130 mm ആണ്. വീൽ ബേസ് എന്ന് പറയുന്നത് 1635 mm. അപ്പോൾ എത്രയേറെ നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു വാഹനത്തിൻ്റെ പൊസിഷനും ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിങ്ങും പവറും എല്ലാം നമുക്ക് ഒരു എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനനുസരിച്ചുള്ള ഒരു റോഡ് വേണം എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം വരുന്നത്. ഈ വാഹനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് 10 km/L ഒക്കെയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.